പ്രിയപ്പെട്ട സാക്സഫോണിന്റെ പ്രേക്ഷകരെ ഒരു കാർ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. കാറെന്ന് പറയുമ്പോൾ സാധാ കാറല്ല, റോൾസ് റോയ്സ് കാറാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് കൊടുക്കുന്നത് പ്രമോഷനോ ഗിഫ്റ്റോ ഒന്നുമല്ല. എൻ്റെ മോന് ഒരു അപകടം പറ്റി സർജറിപാട് കിടക്കും. എന്നോട് വേദന കൊണ്ട് പോയപ്പോൾ ചോദിച്ചു രണ്ട് വേണമെന്ന്. അപ്പോൾ പറഞ്ഞു എനിക്കൊരു റോൾസ് റോയ്സ് കാറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റോൾസ് റോയ്സ് കാറ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന വരുത്താണ്. അതാണ് ഈ ഒരു കോലം. നമുക്ക് ആ വീഡിയോ കാണാം. ഞാനും ഭാര്യയും കൂടി പ്ലാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അയച്ചോ ഇങ്ങോട്ടെ ഇങ്ങോട്ടെ. ഹലോ മാമോ എന്നാ വേണ്ട എനിക്ക് ഓർമ്മയില്ലാതെയോ എന്നാ വേണ്ടിയേ ഓർമ്മയിൽ വരാം ഓർമ്മയിൽ വരാം ആടെ ഇരിക്കാം. ഇതെന്താ ഇപ്പൊ ചെയ്യാ? നല്ല മായാണ്, നല്ല മായ. ഇവിടെ കയ്യിന്റെ പ്ലാസ്റ്ററൊക്കെ കഴിച്ചിപ്പോ വേദനുണ്ടോ? വേദന മാറാൻ വേണ്ടി എന്താ വേണമെന്ന് പറഞ്ഞ സോഴ്സറി കാരണം അതിനൊക്കെ നല്ല വില. തൽക്കാലം ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ റോഡ് ഷോസ് കാറുണ്ട്. അവധിയാ ആകെ 100 രൂപയുടെ കാറാണേ. മതിയോ? കണ്ണൂട്ട് കണ്ണുകൂട്ട് കണ്ണുകൂട്ടടാ. ഇതാ മൂപ്പരിപ്പോൾ അതിനെ അൺബോക്സ് ചെയ്ത് പുറത്തേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൈക്ക് പരിക്കുണ്ട്. ഒരു കൈയ്യെ വർക്കിങ്ങുള്ളൂ ഇപ്പോൾ. ഹോസ്പിറ്റലിലന്ന് കാണിച്ച് പിന്നെ ഈ കൈ സെറ്റാക്കുന്ന സമയത്ത് നല്ല പെയിനുള്ള സമയത്ത് എന്തെങ്കിലും മിഠായിയോ കാര്യങ്ങളോ വേണമെന്ന് വെച്ചാൽ അപ്പോൾ ഓൻ പറഞ്ഞ എനിക്ക് റോൾസ് റോയ്സ് കാറ് വേണം. അതാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഇപ്പം കാറ് ഏതായാലും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ എൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പുണ്ട് കോഴിക്കോട്, ജെന്യൂൻ എന്ന് പറഞ്ഞ പാളയത്ത്. അവിടെ പോയി വാങ്ങിയതാണ്. ഇവിടെ തുറന്ന് എന്തൊക്കെ അതിൻ്റെ ഫെസിലിറ്റി ഇതൊക്കെ പറഞ്ഞു തരും. റോൾസ് റോയ്സിൻ്റെ ഫെസിലിറ്റി എന്തൊക്കെയാമോ? ഓനീൻ്റെ എന്തൊക്കെ വയ്ക്കുമ്പത്തുണ്ട്, അതൊക്കെ നോക്കുകയാണ്. ഓ ലൈറ്റെല്ലാം കത്തിച്ച് അതിനകത്തൊരു ചെറിയ കൊടയൊക്കെ ഉണ്ട് കേട്ടോ. ലോഗോ ഉണ്ടല്ലേ, റോൾസ് റോയ്സിന്റെ സെയിം ലോഗോ ഉണ്ട്. ഇത് ശരിക്കും എന്താ പറയാ, റോൾസ് റോയ്സിനകത്ത് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഓൻ്റെ അനിയൻ്റെ അകത്തൊരു ലോക്കൽ കാറുണ്ട്. അതാടൊക്കെ വെച്ചിട്ട് ഓന് കൂടെ വലിയ ആളാകുക. ശരിക്കും രണ്ടാൾക്കും ഒരു വാങ്ങിക്കൊടുക്കണം. ഇതിപ്പം വലിയ പ്രശ്നമാണ്. കാരണം വീടെടുക്കാനൊന്നും മുമ്പ് സമ്മതിക്കുന്നില്ല. മുമ്പ് കാറവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുവച്ചേക്കാം. ഓൻ്റെ മുഖത്ത് ഭാവപ്രകടനം കണ്ടോ? ഇങ്ങനെയുണ്ട് ആമില്, ഇങ്ങനെയുണ്ട്. സന്തോഷായോ? എന്തായാലും ഓൻ്റെ ഒരു വിഷമുണ്ട് നാളെ തീർത്തെടുത്ത്. ഇങ്ങനൊന്നുമില്ല, നാളെ കയ്യിലെ പ്രയാസമുള്ളതുകൊണ്ട് മൂപ്പര് നല്ല എന്താ പറയുക, ആള് ഭയങ്കര വികൃതിയുള്ള ആളാണ്. പക്ഷെ വീട്ടിൽ ഇരുന്നതിൻ്റെ വലിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഇപ്പം ചിരിക്കുന്നില്ലല്ലോ.
ഡാ അപ്പൊ നമ്മുടെ റോൾസ് റോയ്സ് ഒന്ന് കാണാം. ആ കവറങ്ങോട്ട് മാറ്റാമോ? ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാകുമ്പോ റോൾസ് റോയ്സിന് എന്തൊക്കെ പ്രത്യേകത? അവന് കാറിന്റെ എല്ലാ ഹിസ്റ്ററി അറിയാം. അവനടുത്ത് ഒരുപാട് ശേഖരമുണ്ട്. ശൈലി ഇതുവരെ റോൾസ് റോയ്സ് ഇല്ലായിരുന്നു. ഇനിയിപ്പോ ഏതാ വണ്ടി വരാനുള്ള ശേഖരത്തിലേക്ക്? എന്നാലും ഏതാ പേര്? കമ്പനിന്റെ പേര് അറിയും. ആ പോർഷെ ഇതേമാതിരിക്ക് ഒന്ന് കിട്ടണം. പിന്നെ ബുഗാട്ടി, പിന്നെ ലംബോർഗിനി. ആ ഇതിനൊക്കെ മിനിയേച്ചർ എന്തായാലും വാങ്ങിക്കൊടുക്കണം. കാരണം അവൻ അത്രയും വേദന സഹിച്ചു പോയി. അവനെ തോളിൻ്റെ എല്ല് പൊട്ടിയതാണ്. അപ്പോൾ ഓനെ സംബന്ധിച്ചിടത്തോളം ഓനക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കാറുകളുടെ കളക്ഷൻ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയാം. ഇതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെ അമ്മു? സാധാരണ കാറിലുള്ള പോലെ തന്നെ 2 കുടയുണ്ട്. അതുപോലെ തന്നെ മൂപ്പര് പറഞ്ഞിരുന്നുണ്ട് മറ്റേ ആ വുഡ് ഹാൻഡ് വർക്കിംഗ് ഉണ്ടല്ലോ, ആ സംഗതികളൊക്കെ ഉണ്ട്. ഒരു കാറിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അമ്മു. എങ്ങനാ? ആ നമ്മക്കറിയില്ല. അവനെന്തോ പറഞ്ഞു സ്പിരിറ്റ് ഓഫ് എക്സർ ലോഗോ. പിന്നെ വേറെന്താ പ്രത്യേകത എഞ്ചിന്റെ? V12 എഞ്ചിൻ. യാ ബദറെ, എല്ലാം അറിയോ എനിക്ക്. ഇതെന്താ ഇതിന്റെ ഡോറിനൊക്കെ പ്രത്യേകത എന്താ? ആ സൈഡ് ലൈൻ, ഗോൾഡൻ ലൈൻ ഉണ്ട് കറക്റ്റ് ആയിട്ട്. പിന്നെ ആ സാധാ കാറുള്ള പോലെ തന്നെ കൊടയുണ്ട്. ഡോറിന്റെ സൈഡിലൊരു കൊടയൊക്കെ ഉണ്ട്. ആ അപ്പൊ ഒരു റോൾസ് റോയ്സ് എങ്ങനെയാണോ അതിന്റെ എല്ലാ ഫെസിലിറ്റീസും ഇതിനകത്തുണ്ട്. പക്ഷെ എന്താണ് നമുക്ക് ഓടിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ മിനിയേച്ചർ എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. എന്തായാലും സംഭവം കിട്ടുകയാണ്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞാനെന്തായാലും കൊടുത്ത സമ്മാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ? അതെ ഇഷ്ടമായോ? എന്നാ നീ എൻ്റെ വൈൻഡപ്പ് ചെയ്താല് അല്ല അച്ഛൻ. എന്നാ ശരി, നമ്മളിവിടെ വീഡിയോ അവസാനം ചെയ്യും. അവൻ്റെ ആ സിരിയും കാണിച്ചിട്ട് അവൻ്റെ റോൾസ് റോയ്സ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ആ മുതൽ. ഓക്കെ.